കസ്റ്റമറെ നമ്മുടെ കമ്പനി കാണിക്കാം. സാറ് നമ്മളെ വന്ന് കാണാം. ഓക്കെ. ഒരു മണിക്കൂറിൽ ഒരു 300 കിലോ മുളക് നമുക്ക് അടിക്കാൻ കഴിയും. മുളക് മാത്രമേ ചെയ്യുള്ളൂ. ഇത് മഞ്ഞടിക്ക് സാമ്പാർ എല്ലാത്തിനും സെപ്പറേറ്റ് മിശ്രണമാണ്. ഇത് റൈസ്, റാഗി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്താണ്. ഇതിനും എല്ലാം സെപ്പറേറ്റ് ആണ് മിശ്രണം. കഴിയുന്നവരെ മിഷീനിൽ മൂടി വെക്കും. അങ്ങനെയെല്ലാം ഹൈജീനിക് ആയിട്ടാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്യൂർ വെളിച്ചെണ്ണയാണ് ഇവിടെ ആട്ടുന്നത്. കാരണം വെച്ചെങ്കിൽ നമ്മൾ തേങ്ങ എടുത്തിട്ട് നമ്മൾ തന്നെ പൊട്ടിച്ച് ഈ ഇലക്ട്രിക് ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയിട്ടാണ് ഇത് ആട്ടുക. ഇത് ചക്കിയിട്ട് ആട്ടുവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചെങ്കിൽ നമ്മൾ എണ്ണ ഒരിക്കലും ഫിൽറ്റർ ചെയ്യാറില്ല. ഫിൽറ്റർ ചെയ്യാത്ത എണ്ണ വാങ്ങിച്ചു കളർ കുറഞ്ഞോട്ടെന്ന് ആരോഗ്യത്തിന് കുഴപ്പം വരുന്നില്ല. ക്ലിയർ ആയിട്ടുള്ള എണ്ണയാണ്. ഇതിപ്പം ചില സമയത്ത് ഇച്ചിരി യെല്ലോ കളർ വരും, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് വരും. പക്ഷെ ഇതിപ്പോ നമുക്ക് ക്ലിയർ ആണ്. അത് കൊപ്രനെ ആശ്രയിച്ചിരിക്കും. ഇത് 1 വർഷം വരെ സൂക്ഷിക്കും. എന്താ പറയുക, നമ്മുടെ വീട്ടിൽ എണ്ണ കഴിച്ചിട്ട് 1 വർഷം ഇരിക്കുന്നത്. ഈ 1 വർഷത്തിനപ്പുറം ഒരു കമ്പനിക്കാരൻ എണ്ണ വിൽക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അത് ഒരിക്കലും നമ്മൾ കീടങ്ങളോ കാര്യങ്ങളൊന്നും എല്ലാം അത്രയും സേഫായിട്ടാണ് നമ്മളിവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാം അങ്ങനെയാണ് ചെയ്തത്. നല്ല ഒറിജിനൽ പോത്താണ്. ഇതിപ്പോൾ നമ്മൾ 3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഉപ്പിൽ നിന്ന് വാരി, ഇതിപ്പോൾ മേളിൽ കിടക്കുന്ന ഉപ്പുകളാണ്, ഉപ്പിൽ നിന്ന് വാരുവാണ്. നമ്മൾ ആദ്യം ഇതിനെ മൈനസിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഇതിനെ നമ്മൾ 180 നമ്മൾ ബോയിൽ ചെയ്തെടുക്കും. ഇതാണ് ഇലക്ട്രിക് സോളാർ ഡ്രയർ. ഒന്നും കൊടുക്കുന്നില്ല, ഇതിനകത്ത് നമ്മൾ ഇലക്ട്രിക്കിന്റെ 2 ഇത് കൊടുക്കും. പകലാകുമ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഡ്രൈ ആവും. പിന്നെ ഇതിപ്പോൾ രാവിലെ ഇട്ടാൽ വൈകുന്നേരത്തേക്കും ഡ്രയർ ആയി. നമ്മളിതിനെ ഒന്നുകൂടെ ഇലക്ട്രിക് ഡ്രയറിലേക്ക് മാറ്റും. ഇപ്പോൾ കാന്താരി മുതലുണ്ട്, കാന്താരി ഉണ്ട്, ഇവിടെ കാന്താരി എടുക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്തമായ മുളകളാണ്. അതിപ്പോൾ കാന്താരി കിടപ്പുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ മുളകും ഇങ്ങനെ കാശ്മീരി മുതൽ എല്ലാ മുളകും ഇവിടെ എടുക്കുന്നുണ്ട്. കണ്ടോ, എടുക്കലുണ്ട്, മാങ്ങ എടുക്കലുണ്ട്, പിന്നെ മുളക് കാന്താരി എടുക്കലുണ്ട്, അതുപോലെ ഏത്തക്കൊല എടുക്കലുണ്ട്, പിന്നെ തേങ്ങ എടുക്കലുണ്ട്. കർഷകരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും, കുരുമുളക് എടുക്കലുണ്ട്, എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങും. ഇത് നമ്മൾ ബേബി ഫുഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നാടൻ കൊല എടുത്തിട്ട് നമ്മളിതിനെ അരിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഹണിയിലിട്ടിട്ട് പ്രോസസ്സ് ചെയ്യും മണിക്കൂറുകളോളം. അങ്ങനത്തെ ഒരു പ്രോസസ്സിങ് മെറ്റീരിയൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റുക. ഇത് ഇവിടെ നിന്ന് എടുത്ത് ഒന്ന് വൃത്തിയാക്കി വാഷ് ചെയ്ത് പിന്നെ രണ്ടാമത് ഇതിനെ നമ്മൾ ഹണിയിലിട്ടിട്ട് പ്രോസസ്സ് ചെയ്യും. ഹണിയിലിട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലും നമ്മൾ ഹണിയായിട്ട് പ്രോസസ്സ് ചെയ്യും. അതിന് ശേഷമാണ് അതിനെ വാരി നമ്മൾ ഉണക്കുക. എന്നിട്ടാണ് നമ്മൾ പൗഡറാക്കി കൊടുക്കുക. ബനാന പൗഡർ തന്നെ. അത് നിങ്ങൾക്ക് അത്രയ്ക്കും ക്വാളിറ്റിയുള്ള പുറത്തായിരിക്കും. ഇത് നമ്മൾ ഒന്നും കൂടി ഇതിനെ ഇട്ട് വാഷ് ചെയ്യും.